ഉത്തർപ്രദേശിൽ വീണ്ടും ബുൾഡോസർ രാജ്. സംഭലിലെ രാരി ബുസൂർഗ് ഗ്രാമത്തിലെ 10 വർഷം പഴക്കമുള്ള മസ്ജിദിന്റെ ഭാഗം പൊളിച്ചു നീക്കി. അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 30 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇത്തരത്തിലുള്ള ഇടിച്ചു നിരത്തലിനെതിരെ സുപ്രീംകോടതി പല ഘട്ടത്തിലും നിലപാടെടുത്തിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ എന്താണ് നിയമത്തിന്റെ പിൻബലത്തോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വിധിയുടെ പിൻബലത്തോടുകൂടിയാണോ നടപടി? ഗോകുൽ, കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഉത്തർപ്രദേശിന്റെ വിവിധ ഇടങ്ങളിൽ ബുൾഡോസർ രാജ് നടക്കുകയാണ്. ബറേലിയിലെ സംഘർഷത്തിന് പിന്നാലെ അവിടെയും ഇത്തരത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ ഭരണകൂടം ഇടപെട്ട് പൊളിച്ചു നീക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ സംഭാലിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായി ഭരണകൂടം മുൻപോട്ട് പോകുന്നത്. അവിടെ ഈ രാരി ബസൂർഗ് ഗ്രാമത്തിലെ ഒരു മസ്ജിദിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി, ഭരണകൂടം ഇടപെട്ട് പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇത് അവകാശപ്പെടുന്നത് നേരത്തെ തന്നെ മുൻകൂട്ടി നോട്ടീസ് നൽകിയിരുന്നു. അനധികൃത നിർമ്മാണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നോട്ടീസ് നൽകിയതും ഇപ്പോൾ പൊളിക്കൽ നടപടിയിലേക്ക് കടന്നത് എന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഭരണകൂടം നൽകുന്ന വിശദീകരണം. 10 വർഷം പഴക്കമുള്ള മസ്ജിദിന്റെ ഭാഗങ്ങളാണ് ഇന്നിപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. കനത്ത പോലീസ് വിന്യാസത്തോടുകൂടി തന്നെയായിരുന്നു നടപടി. കാരണം ഇതിനു മുൻപ് സംഭലിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായ ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ നടപടിയുമായി മുൻപോട്ട് പോകുന്നത്. ഗോകുൽ, ശരി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. UP-യിലെ സംഭലിലാണ് 10 വർഷം പഴക്കമുള്ള മസ്ജിദിന്റെ ഭാഗം അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടി പൊളിച്ചു നീക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.